നരിവേട്ട എബിൻ ജോസഫ് രചിച്ച് ഇഷ്ക് എന്ന സിനിമയ്ക്ക് ശേഷം അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത് ടൊവിനോ തോമസ്, സുരാജ് വെഞ്ഞാറമൂട്, ചേരൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങൾ വന്ന ഈ മലയാളം പൊളിറ്റിക്കൽ ത്രില്ലർ സിനിമയെക്കുറിച്ചാണ് ഇന്ന്. 2003 ഫെബ്രുവരിയിൽ വയനാട്ടിലെ മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ നടന്ന പോലീസ് ആദിവാസി ഏറ്റുമുട്ടൽ ഒരു പോലീസുകാരന്റെ വീക്ഷണത്തിലൂടെ പറയുന്ന സിനിമയാണ് നരിവേട്ട. 2003 യഥാർത്ഥ സംഭവങ്ങളോടൊപ്പം സിനിമാറ്റിക് ആയിട്ടുള്ള ഫിക്ഷനും കൂട്ടിച്ചേർത്താണ് ഇതിന്റെ തിരക്കഥ ഒരുക്കിയിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി പടം ഒരു ഡീസന്റ് പൊളിറ്റിക്കൽ ത്രില്ലർ ആയിട്ടാണ് ഫീൽ ചെയ്തത്. വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ക്ലാസിക് സ്റ്റൈലിലുള്ള ഒരു മേക്കിംഗ് ആണ് പടത്തിനുള്ളത്. ഇതിലൊരു കഥാപാത്രം പറയുന്നത് പോലെ തോറ്റുപോയ സമരം എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും കേരളത്തിലെ ആദിവാസികളുടെ ഭൂവകാശ സമര ചരിത്രത്തിൽ ഒരു പ്രധാന ഏട് തന്നെയായിരുന്നു മുത്തങ്ങ സമരം. യഥാർത്ഥ സംഭവങ്ങളോട് പരമാവധി നീതി പുലർത്തിയാണ് തിരക്കഥ ഒരുക്കിയിട്ടുള്ളത്. ശക്തമായ പൊളിറ്റിക്സ് സംസാരിക്കുന്നതിനോടൊപ്പം തന്നെ മേക്കിങ്ങിലും പടത്തിന് ക്വാളിറ്റി ഉണ്ട്. ഒരു വെട്രിമാരൻ സ്റ്റൈലിലാണ് പടം ഒരുക്കിയേക്കുന്നതെന്ന് പറയാം. പടത്തിന്റെ ഫസ്റ്റ് ഹാഫ് ക്യാരക്ടർ ഡെവലപ്മെന്റ് പ്രധാന സംഭവത്തിലേക്ക് എത്താനുള്ള കാരണമൊക്കെ കാണിച്ച് വളരെ സ്ലോ പേസിലാണ് പോകുന്നത്. സെക്കൻഡ് ഹാഫ് ആണ് കുറച്ചുകൂടി എൻഗേജിംഗ് ആയിട്ടുള്ള, കുറച്ചുകൂടി ഹാപ്പനിങ് ആയിട്ടുള്ളതെന്ന് പറയാം. ഒപ്പം ടെക്നിക്കലിയും പടം മികച്ചതാണ്. പെർഫോമൻസ് പറയുകയാണെങ്കിൽ വർഗീസ് എന്ന കോൺസ്റ്റബിൾ ആയിട്ടാണ് ടൊവിനോ വരുന്നത്. ഫസ്റ്റ് ഹാഫിലെ വീട്ടിലെ രംഗങ്ങളൊക്കെ തനത് ശൈലിയിൽ മികച്ച രീതിയിൽ തന്നെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ മാസ് ആക്ഷൻ ഭാഗങ്ങളൊക്കെ നൈസ് ആയിരുന്നു. അതേസമയം ഇമോഷണൽ പോർഷൻസിൽ എവിടെയൊക്കെയോ ചെറിയ ചില മിസ്സിംഗ് എനിക്ക് ഫീൽ ചെയ്തു. അത് എഴുത്തിലെ ചില പ്രശ്നങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് പിന്നെ പറയാം എന്താണെന്നുള്ളത്. ടൊവിനോ അത് നീറ്റായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ചേരൻ അവതരിപ്പിച്ച കേശവദാസ് ആണ് പടത്തിലെ ഒരു സ്ട്രോങ് ക്യാരക്ടർ. കിടുവായിട്ട് തന്നെ പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. സാധാരണ പുള്ളി തമിഴ് ചെയ്ത ക്യാരക്ടേഴ്സിനേക്കാളൊക്കെ കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വേഷമാണിത്. ചിരി, ആറ്റിറ്റ്യൂഡ് ഒക്കെ കൊണ്ട് ചേരൻ ആ വേഷം വളരെ ഡിഫറെന്റ് ആക്കിയിട്ടുണ്ട്. സുരാജ് വെഞ്ഞാറമൂടിന്റെ ഹെഡ് കോൺസ്റ്റബിൾ ബഷീറും നൈസ് ആയിരുന്നു. ഒരുപാട് സ്ക്രീൻ സ്പേസ് ഒന്നും ഇല്ലെങ്കിലും ഓർത്തിരിക്കുന്ന ഒരു വേഷമാണ്. പ്രിയമദാ കൃഷ്ണയാണ് നായികയായ നാൻസി അവതരിപ്പിച്ചിട്ടുള്ളത്. റിലേഷൻഷിപ്പിലെ ഈ ഒരു ഘട്ടം ഫേസ് ചെയ്യുമ്പോൾ സ്ഥിരമുണ്ടാകുന്ന ചില കാര്യങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ടാണ് പടത്തിൽ കാണിച്ചത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതൊരു ക്ലീഷേ ബ്രേക്കിംഗ് ആയിരുന്നു എന്ന് തന്നെ പറയാം. സോ അവരുടെ റിലേഷൻഷിപ്പ് എനിക്ക് നല്ല രസമായിട്ട് തോന്നി. മുത്തങ്ങ സമരത്തിലെ നായിക CK ജാനുവിനെ അനുസ്മരിപ്പിക്കുന്ന CK ശാന്തി എന്ന കഥാപാത്രം ആര്യ സലീം നല്ല കിടുവായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലെ ആദിവാസി ക്യാരക്ടേഴ്സ്, ആ പദം ഉപയോഗിക്കുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം, പക്ഷെ ആ ക്യാരക്ടേഴ്സ് ആയിട്ട് വന്ന 2 പേരുണ്ട്. ഒരു പയ്യൻ എന്ന് പറഞ്ഞാൽ ഒരു 10, 28, 30 വയസ്സിന് താഴെയുള്ള ഒരാള്, പിന്നെ ഒരു കൊച്ചു പെൺകുട്ടിയും. 2 പേരുടെ പേര് എനിക്കറിയത്തില്ല. നല്ല കിടുവായിരുന്നു. അതുപോലെ തന്നെ അവരോടൊപ്പം തന്നെ ഒരു നായ്ക്കുട്ടി വരുന്നുണ്ട്, പട്ടിക്കുട്ടിയും കിടു. നന്ദു, സുധി കോഴിക്കോട്, റിനി ഉദയകുമാർ തുടങ്ങിയവരും പടത്തിലുണ്ട്. ടെക്നിക്കൽ സൈഡിൽ ആദ്യം എടുത്തു പറയേണ്ടതിന്റെ ക്യാമറയാണ്. ചില ഏരിയൽ ഷോട്ട്സ് ഒക്കെ ഭയങ്കര രസമാണ് ലൊക്കേഷനൊക്കെ കാണാനായിട്ട്. വിജയ് ആണ് ഇതിന്റെ ക്യാമറ, ഷമീർ മുഹമ്മദ് ആണ് എഡിറ്റിംഗ്. പിന്നെ ജേക്സ് ബിജോയുടെ സ്കോർ അത് ഈ പടത്തെ വല്ലാതെ ഇലവേറ്റ് ചെയ്യുന്നുണ്ട്. ഇമോഷണൽ പോർഷൻസ് ആണെങ്കിലും ത്രില്ലിംഗ് ഭാഗങ്ങളാണെങ്കിലും നന്നായിട്ട് ജേക്സ് പണിയെടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൊള്ളാം, പാട്ടുകളും കൊള്ളാം. സൗണ്ട് ഡിസൈനും മേക്കപ്പും കൂടി എടുത്തു പറയണം. ഇനി ഇതിന്റെ നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ ഇതിൽ ടൊവിനോയുടെ ക്യാരക്ടർ പലയിടത്തും ഭയങ്കര വീക്കായിട്ട് എഴുതിയേക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഇയാൾ എന്താ ഇങ്ങനെ എന്ന് നമുക്ക് ചിലയിടങ്ങളിൽ തോന്നിപ്പോകുന്നുണ്ട്. ഓൾറെഡി കുറച്ച് ഗ്രേ ഷെയ്ഡ്സ് ഒക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ്. ഇപ്പൊ കഥാപാത്രം നെഗറ്റീവോ പോസിറ്റീവോ ഒക്കെ ആകാം, അതിന് ചേഞ്ചസും ഉണ്ടാവാം. പക്ഷെ നമുക്ക് കൺവിൻസിങ് ആവണമല്ലോ. ആ ക്യാരക്ടറിന് ഒരു ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ഉണ്ട്, പക്ഷെ അത് ഓക്കെ ആണ് എന്നതിനപ്പുറം അത്ര ഒരു ഭയങ്കര കൺവിൻസിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അതാണ് ഒരു പ്രശ്നമായിട്ട് തോന്നിയത്. അതുപോലെ ഇതിലെ പട്ടിക്കുട്ടി, പെൺകുട്ടി, ആ പയ്യൻ, ഇവരോടൊക്കെ നമുക്ക് നല്ല സ്നേഹം തോന്നുന്നുണ്ട്, ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒക്കെ തോന്നുന്നുണ്ട്. പക്ഷെ ഒരു സ്ട്രോങ് ഇമോഷണൽ കണക്ഷൻ അത് വരുമെന്ന് ഞാൻ പിന്നെ പ്രതീക്ഷിച്ചു, പക്ഷെ അത് അത്രയ്ക്ക് സ്ക്രിപ്റ്റിൽ ഉണ്ടായില്ല. പിന്നെ ഫസ്റ്റ് ഹാഫിലെ പടം എനിക്ക് ഇടയ്ക്കൊക്കെ ചെറിയ രീതിയിൽ ലാഗ് ഫീൽ ചെയ്യുകയും ചെയ്തു. ആകമത്തിന് ടോട്ടലിൽ ഒരു ഡീസന്റ് ക്ലാസ് പടമാണ് നരിവേട്ട. എനിക്ക് പടം ഇഷ്ടമായി പേഴ്സണലി. പക്ഷേ ഇഷ്ക് എനിക്ക് വളരെയധികം ഇഷ്ടമായ ഒരു സിനിമയാണ്. അതിന്റെ ഡയറക്ടറിൽ നിന്നും ഞാൻ എന്തോ കുറച്ചുകൂടി എക്സ്പെക്ട് ചെയ്തു എന്ന് തോന്നുന്നു. സോ എനിക്കൊരു 100% തൃപ്തി കിട്ടിയില്ല എന്ന് തന്നെ പറയാം. മേ ബി എന്റെ ഓവർ എക്സ്പെക്ടേഷൻ കൊണ്ടാവാം. പടം 18+ ഒന്നുമല്ല, എല്ലാവർക്കും കാണാവുന്ന സിനിമയാണ്. 2 മണിക്കൂർ 19 മിനിറ്റ് ആണ് റൺ ടൈം. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാൽ.